ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ, നരേന്ദ്രമോദി സർക്കാരിനോട് ചേർന്നതുകൊണ്ട് RSSനേക്കാൾ വലിയ RSS ഭക്തി കാണിക്കുന്ന പിണറായി വിജയന്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നിലമ്പൂരിൽ തീർച്ചയായിട്ടും വിചാരണ ചെയ്യപ്പെടും. LDF UDF തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടക്കുന്നത്. അഭിലാഷ്, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് LDFനകത്തുണ്ടായിട്ടുള്ള പൊട്ടിത്തെറിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വന്തം പിതാവിനെ പോലെയാണെന്ന് വിശേഷിപ്പിച്ച് 15 വർഷക്കാലത്തോളം CPM-മായി ചേർന്ന് നടന്നിരുന്ന CPM-ന്റെ സൈബർ കടന്നലുകൾക്ക് അവരുടെ രാജകുമാരനായിരുന്ന, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ CPM-മായി ഇടഞ്ഞ് പിണറായി വിജയനുമായി പിണങ്ങി അദ്ദേഹത്തിൻ്റെ മരുമകനെതിരെയും മകൾക്കെതിരെയും ഒക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ആ LDF വളർന്ന് പുറത്തിറങ്ങി LDFന്റെ റിബലായിട്ട് മത്സരിക്കുന്ന, LDFന് റിബലായി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. LDF ബന്ധം അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് 7-8 മാസമായി. LDF റിബൽ എന്ന് എങ്ങനെ വിളിക്കാൻ കഴിയും? എന്ന് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം UDF പാളയത്തിലായിരുന്നു. UDF നേതാക്കളുടെ വലിയ പിന്തുണ അദ്ദേഹം അറസ്റ്റിലായ സമയത്തുണ്ടായിരുന്നു. UDFൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തെ റിബൽ എന്ന് വിളിക്കുക? LDF റിബലാണല്ലോ. കാരണം അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അദ്ദേഹം രാജിവെക്കാണ്ടായ സാഹചര്യം LDFനകത്ത പൊട്ടിത്തെറിയാണല്ലോ. LDFനകത്ത് നിന്ന് ഒരാൾ പൊട്ടിത്തെറിച്ച് പുറത്ത് വന്ന് അതിന്റെ ഭാഗമായിട്ടുണ്ടായ തെരഞ്ഞെടുപ്പായി അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹം UDFന്റെ ഭാഗമായിട്ടല്ല മത്സരിക്കുന്നത്, അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം LDF റിബലാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം LDF പിന്തുണയിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 2 തവണ വിജയിച്ചിട്ടുള്ളയാളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം LDF റിബലാണ്. അങ്ങനെയാണ് സാമാന്യേന രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കരുതുന്നത് LDFന് 2 സ്ഥാനാർത്ഥികളാണ്. LDF സ്ഥാനാർത്ഥിയും LDFന്റെ റിബൽ സ്ഥാനാർത്ഥിയും ഉണ്ട്. മറുവശത്ത് UDF ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി നിൽക്കുന്നു. UDFന്റെ വിജയം സുനിശ്ചിതമാണ്. ഇവിടെ നടക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് LDF വേഴ്സസ് UDF ആണ്. ഈ സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ പ്രവർത്തന പരാജയം, ജനവിരുദ്ധ നയങ്ങൾ, അഴിമതികൾ, കൊള്ളകൾ, കെടുകാര്യസ്ഥത, ഇതെല്ലാം തീർച്ചയായിട്ടും നിലമ്പൂരിലെ തെരുവുകളിൽ ഞങ്ങൾ വിചാരണ ചെയ്യും. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ, നരേന്ദ്രമോദി സർക്കാരിനോട് ചേർന്നതുകൊണ്ട് RSSനേക്കാൾ വലിയ RSS ഭക്തി കാണിക്കുന്ന പിണറായി വിജയന്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നിലമ്പൂരിൽ തീർച്ചയായിട്ടും വിചാരണ ചെയ്യപ്പെടും. BJPക്ക് അനുകൂലമായി നിലപാടുകൾ എടുക്കുന്ന LDFന്റെ ജനവിരുദ്ധ നയങ്ങൾ തീർച്ചയായിട്ടും നിലമ്പൂരിൽ വലിയ ചർച്ചയാകും. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോരാട്ടമാണ്. LDF UDF തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടക്കുന്നത്. നോക്കൂ, പാലക്കാട് തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ഇത് UDF BJP പോരാട്ടമാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടുത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇവിടെ മറ്റൊരു തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. പിന്നെ നോമിനേഷൻ ആർക്കും കൊടുക്കാം, നോമിനേഷൻ എത്ര പാർട്ടിക്കാർക്കും കൊടുക്കാം. നിരവധി പാർട്ടിക്കാർ, ഫ്രിഞ്ച് എലിമെന്റ്സിനെ പോലെയുള്ള ആളുകളൊക്കെ നോമിനേഷൻ കൊടുത്തിട്ടുണ്ടാകാം. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, ജനാധിപത്യമാണ്, അതിനെല്ലാം മാനിക്കുന്നു. പക്ഷേ യഥാർത്ഥ പോരാട്ടം എന്ന് പറയുന്നത് LDF വേഴ്സസ് UDF ആണ്. അതിൽ ഏറ്റവും തുടക്കത്തിൽ 24 മണിക്കൂറിനധികം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും ശക്തമായ രീതിയിൽ മൈക്രോ ലെവൽ മാനേജ്മെന്റിലൂടെ ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം ശക്തമാക്കി അതിവേഗം ബഹുദൂരം മുന്നേറാൻ UDFന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ശരി.